ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഞ്ജു. ഹെൽത്തി ബൈറ്റ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ ചക്കക്കുരു കൊണ്ടൊരു സ്വാദിഷ്ടമായ ചമ്മന്തി ഉണ്ടാക്കാം. ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഡയറ്ററി ഫൈബർ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് കഴിച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവുന്നതാണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും കണ്ണിനും അതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാനും ചക്കക്കുരു സഹായിക്കും. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചക്കക്കുരു ചമ്മന്തിക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു മുറി തേങ്ങയുടെ പകുതിയോളം, ഏകദേശം 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിരിയമുളകാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. കൂടാതെ ഒരു 6 ചുവന്നുള്ളി, പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്കക്കുരു ഒരു 14 എണ്ണമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ ചക്കക്കുരു ആണ്, 14 എണ്ണമാണ്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പുളി. ഇപ്പം ഇതിന് പകരം നിങ്ങൾക്ക് മാങ്ങയാണെങ്കിലും ഉപയോഗിക്കാം. കൂടാതെ 2 തണ്ട് കറിവേപ്പിലയ്ക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 2 തണ്ടേ എടുത്തിട്ടുള്ളൂ. ആദ്യം നമുക്ക് നമ്മുടെ ചക്കക്കുരു നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിതിപ്പം 2 പീസ് ആക്കിയിട്ടുണ്ട്, ഒന്ന് കുറച്ചുകൂടെ പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്. ഒരു 10-12 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് നന്നായിട്ട് വറുത്ത് കിട്ടാൻ. ശരിക്കും ഈ ചക്കക്കുരു നമ്മൾ അടുപ്പിലെ കനലിലൊക്കെ ഇട്ടിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തിക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ടൗണിലൊക്കെ താമസിക്കുമ്പം നമുക്ക് ഇങ്ങനെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് വറുത്തെടുക്കാനേ ഓപ്ഷനുള്ളൂ. നമ്മുടെ ചക്കക്കുരു ഇപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിന് തൊലിയൊക്കെ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഇളകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചക്കക്കുരു വേണമെങ്കിൽ കവറിലിട്ട് കുറേ നാൾ സൂക്ഷിക്കാവുന്നതാണ്. കവറിൽ നല്ലപോലെ കെട്ടിവെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം. ഇതിപ്പം നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. നമുക്കിനി വറ്റൽമുളക് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇങ്ങനെ വഴറ്റുമ്പം. ഞാനിവിടെ എടുക്കുന്നില്ല. നമ്മുടെ വറ്റൽമുളക് ഇപ്പം നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം. നമുക്കിനി ചക്കക്കുരുവിൻ്റെ തൊലി ഓരോന്നായിട്ട് മാറ്റാം. ഇതിപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ വറുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് തൊലി കളയാൻ വളരെ എളുപ്പമാണ്. ഈ ചക്കക്കുരുവിൻ്റെ ഈ പുറമേയുള്ള ഈ ബ്രൗൺ തൊലി ഞാനിത് മാറ്റുന്നില്ല. ഇതിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചക്കക്കുരു വറ്റൽമുളക് കൂടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്കക്കുരുവും വറ്റൽമുളക് കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, പുളി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ രുചികരമായ ചക്കക്കുരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഒരു 3 പേർക്ക് നമ്മുടെ ഈ ചക്കക്കുരു ചമ്മന്തി മാത്രം കൂട്ടി ഊണ് കഴിക്കാനും മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമുക്കിതിനി വിളമ്പാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചക്കക്കുരു ചമ്മന്തി ഉണ്ടാക്കുന്നത് മനസ്സിലായി ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ചമ്മന്തിയും തൈരും മാത്രം ഉപയോഗിച്ച് തന്നെ വയറ് നിറയെ ചോറ് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. കൂടാതെ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ഹെൽത്തി റെസിപ്പിയുമായി എത്രയും വേഗം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.